സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് കുറച്ചു പേര് ചേർന്ന് ഇപ്പോൾ പള്ളിക്കാട്ടിലേക്ക് ഒരു മയ്യത്ത് കൊണ്ടുപോകുന്നതാണ്. രത്ന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മൃതശരീരമായിരുന്നു അത്. വിഷമിച്ച് കരയുന്ന അവളുടെ അമ്മയെയും നമുക്ക് കാണാം. കുഴിയിലേക്ക് ശവശരീരം കിടത്തുമ്പോൾ തന്നെ ശക്തമായി മഴ പെയ്യാനായിട്ട് ആരംഭിച്ചു. ഉസ്താദായിട്ടുള്ള ബഹ്റി ഇപ്പോൾ കുഴിയിൽ ഇറങ്ങിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. മഴ പെയ്തതുകൊണ്ട് തന്നെ കുഴിയിൽ വെള്ളം നിറയാനായിട്ട് തുടങ്ങി. എല്ലാവരും കുഴിയിൽ നിന്ന് കയറാനായിട്ട് ബഹ്റിയോട് പറയുന്നു. ബഹ്റിയെ വലിച്ചു കയറ്റാനായിട്ട് എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവന് കയറാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ ആ മഴയത്ത് നിന്നുകൊണ്ട് തന്നെ ഉസ്താദായിട്ടുള്ള ബഹ്റി രത്നയുടെ മരണാനന്തര ചടങ്ങുകൾക്ക് വേണ്ട പ്രാർത്ഥന ചെയ്യുന്നു. ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോയി. പക്ഷേ രത്നയെ കുഴിച്ചിട്ട ആ ഒരു കുഴിമാടത്തിൽ നിന്നും രാത്രിയായപ്പോൾ അവളുടെ കൈകൾ പുറത്തേക്ക് വരുന്നു. പിന്നീട് കാണിക്കുന്നത് ഒരുപാട് കാലം മുമ്പ് നടന്ന കാര്യങ്ങളാണ്. എങ്ങനെയാണ് രത്ന മരിച്ചത് എന്നാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. നമ്മുടെ കഥാനായകനായിട്ടുള്ള ബഹ്റി ഒരു കാർ വർക്ക്ഷോപ്പിലാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെയാണ് ഹസൻ എന്ന് പറയുന്ന ഒരു യുവാവ് ഇപ്പോൾ ആ ഒരു കാർ റിപ്പയറിംഗ് ഷോപ്പിലേക്ക് ബഹ്റിയെ തേടി വന്നിരിക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ കഥാനായകനായിട്ടുള്ള ബഹ്റി ജയിലിലായിരുന്നു. സംഭവം മറ്റൊന്നുമല്ല, പാത ഒഴിപ്പിക്കുന്നതിനിടെ ഇവന്റെ ഒരു പേഷ്യന്റ് മരിച്ചുപോയി. അങ്ങനെയാണ് അവന് ജയിലിൽ കിടക്കേണ്ടി വന്നത്. അതിനുശേഷം മേക്കർസാരി എന്ന് പറയുന്ന അവന്റെ സ്വന്തം വില്ലേജിലേക്ക് പിന്നെ അവൻ പോയിട്ടേ ഇല്ല. നാട്ടുകാർക്ക് പലർക്കും ബഹ്റിയെ ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഒരുപാട് ദൂരെയുള്ള ഈ ഒരു വർക്ക്ഷോപ്പിൽ ഇപ്പൊ ബഹ്റി വർക്ക് ചെയ്യുന്നത്. ഹസൻ ഇങ്ങോട്ടേക്ക് വന്നതിന്റെ ഉദ്ദേശം തന്നെ ബഹ്റിയെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാണ്. ബഹ്റി പ്രണയിച്ചിരുന്ന കുട്ടിയായിരുന്നു രത്ന. രത്നയുടെ ദേഹത്ത് ഒരു ബാധ കയറിയിട്ടുണ്ടെന്നും നീ പെട്ടെന്ന് തന്നെ ഗ്രാമത്തിലേക്ക് വരണം എന്നുമാണ് ഹസൻ ഇപ്പോൾ പറയുന്നത്. നിന്നെക്കൊണ്ട് മാത്രമേ ഇനി എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുള്ളൂ ബഹ്റി. ഇല്ലടാ, എനിക്ക് കഴിയില്ല. എനിക്കിനി പഴയ പോലെ അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല. ആ ഒരു സംഭവത്തിന് ശേഷം ഞാൻ അതൊക്കെ വിട്ടു. വൈകിട്ടായപ്പോഴത്തേക്കും ഹസൻ അവിടെ നിന്നും പോകുന്നു. അതിനുശേഷം ബഹ്റിയുടെ അടുത്ത് ഈ ഒരു കാർ വർക്ക്ഷോപ്പ് നടത്തുന്ന ഓണർ ആണെന്നുണ്ടെങ്കിൽ നീ ഇന്ന് ഒരുപാട് പണിയൊന്നും എടുത്തില്ലല്ലോ, ആ ചെക്കനോട് സംസാരിച്ച് ഉള്ള സമയം മൊത്തം കളഞ്ഞില്ലേ, ഇന്ന് രാത്രി മുഴുവൻ നീ പണിയെടുക്കണം എന്നൊക്കെ പറഞ്ഞ് അയാൾ വണ്ടിയും എടുത്ത് അവിടെ നിന്നും പോകുന്നു. അന്ന് രാത്രി ബഹ്റി കിടന്നുറങ്ങുമ്പോൾ എന്തൊക്കെയോ ദുസ്വപ്നങ്ങൾ അവന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അവൻ കണ്ണടച്ച് കിടക്കുകയാണ്. പെട്ടെന്നാണ് ഇവൻ കിടക്കുന്നതിന്റെ അടുത്തേക്കായിട്ട് വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ടുള്ള ഒരു ശവം വരുന്നത്. ഇതൊന്നും ബഹ്റി അറിയുന്നില്ല. അവൻ കിടക്കുന്നതിന്റെ തൊട്ടുമുകളിലായിട്ട് ഈ ഒരു ശവം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. ഇതിന്റെ മണം കാരണം ബഹ്റി പെട്ടെന്ന് ഞെട്ടി എണീക്കുകയാണ്. കണ്ണു തുറന്നു നോക്കുമ്പോൾ ഒന്നും കാണാനുമില്ല. അങ്ങനെ ബഹ്റി വീണ്ടും കിടന്നു. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടിയുടെ കരച്ചില് അവൻ പുറത്തുനിന്ന് കേൾക്കാണ്. അങ്ങനെ പതിയെ അവൻ അവിടുന്ന് എഴുന്നേറ്റിട്ട് പുറത്തൊക്കെ പോയി നോക്കി. അവിടെ ഉണ്ടായിരുന്ന ഒരു കാറിനുള്ളില് ഒരു പെൺകുട്ടി, അത് രത്ന ആയിരുന്നു. അവളുടെ കഴുത്തില് ചങ്ങലക്കിട്ട് ആരോ അവിടെ വെച്ചിരിക്കുകയാണ്. രത്ന ആകട്ടെ ഇവന്റെ അടുത്ത് സഹായിക്കൂ സഹായിക്കൂ എന്നിങ്ങനെ പറയുന്നു. ഈ സ്വപ്നം വെറുമൊരു സ്വപ്നമല്ല, രത്നയ്ക്ക് എന്റെ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ബഹ്റി ആകട്ടെ അവന്റെ കെട്ടും പാണ്ഡവും എടുത്തിട്ട് മേക്കർസാരി വില്ലേജിലേക്ക്, അതായത് അവന്റെ ജന്മസ്ഥലത്തേക്ക് യാത്ര തിരിക്കുന്നു. ബസ്സിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ പോകുന്ന വഴിയിലായിട്ട് ഒരു കാറ് ആക്സിഡന്റ് ആയി കിടക്കുന്നതും ബഹ്റി കാണുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രത്നയുടെ വീടാണ്. രത്നയുടെ അമ്മയാകട്ടെ ഇപ്പോ വീടിന് പുറത്തേക്ക് വരുന്നു. ഒരാൾ വന്നിട്ടുണ്ട്, മറ്റാരുമല്ല പലിശക്കാരനാണ്. നിങ്ങളുടെ മകൾക്ക് വയ്യ, അതൊക്കെ ശരിയാണ്, പക്ഷേ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പൈസയുടെ മുതലെങ്കിലും എനിക്ക് കിട്ടണ്ടേ. ഒരാഴ്ച കൂടി ഞാൻ അവധി തരാം, അതിനുശേഷം എന്നെ കൊണ്ടൊന്നും പറ്റില്ല. അന്ന് വൈകിട്ടായപ്പോഴത്തേക്കും മേക്കർസാരി വില്ലേജിലേക്ക് ബഹ്റി എത്തി. നല്ല മഴയുണ്ടായിരുന്നു. അവൻ നേരെ പോകുന്നത് അവനെ പഠിപ്പിച്ച ഉസ്താദിന്റെ വീട്ടിലേക്കാണ്. ബഹ്റി ഇപ്പോ ഈ ഒരു നാട്ടിൽ വന്ന കാര്യം നാട്ടുകാരൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബഹ്റിയെ കാണുന്ന നാട്ടുകാരിലെ മിക്ക ആളുകളും അവനെ കാണുന്ന നിമിഷം തന്നെ അവരുടെ വീടിന്റെ വാതില് കൊട്ടിയടയ്ക്കും. ഹസനെ കണ്ടുമുട്ടിയതിനു ശേഷം നേരെ ബഹ്റി പോകുന്നത് ഉസ്താദിന്റെ വീട്ടിലേക്കാണ്. ഉസ്താദ് മാത്രമാണ് ഈ ഒരു നാട്ടില് അവന് ആകെയുള്ള പിടിവള്ളി. ബഹ്റിയുമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ പങ്കുവച്ച ശേഷം അബ എന്ന് പറയുന്ന ഈ ഒരു ഉസ്താദാകട്ടെ അവന് താമസിക്കാനായിട്ട് ബോർഡിംഗ് സ്കൂളിന് അടുത്തുള്ള ഒരു റൂം തരപ്പെടുത്തി കൊടുക്കുന്നു. നാട്ടുകാര് പറയുന്നതൊന്നും മോൻ കേൾക്കണ്ട, ഉസ്താദിന്റെ ഭാര്യ ബഹ്റിയോട് പറഞ്ഞു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒരു കുഞ്ഞു പയ്യൻ വന്നു. എന്നിട്ട് ബഹ്റിയും കൂട്ടിക്കൊണ്ട് താമസിക്കാനുള്ള സ്ഥലം കാണിച്ചു കൊടുക്കാനായിട്ട് പോകുന്നു. ബഹ്റി ഈ ഒരു നാട്ടിലേക്ക് വന്നതോടു കൂടിയിട്ട് ഇവിടെ ഒരുപാട് മരണങ്ങളൊക്കെ സംഭവിക്കും എന്നാണ് നാട്ടിലുള്ള എല്ലാവരുടെയും ആശങ്ക. പിന്നീട് കാണിക്കുന്നത് ഒരു ചെറിയ പാസ്റ്റ് ആണ്. രത്നയും അതുപോലെ തന്നെ നമ്മുടെ ബഹ്റിയും ഒരുമിച്ചുള്ളപ്പോൾ രത്നയോട് തന്റെ ഇഷ്ടം തുറന്നു പറയാനായിട്ട് ബഹ്റി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് മറ്റൊരുത്തൻ കടന്നു വരുന്നത്. ബഹ്റിക്ക് എന്നും പാരയായിട്ടുള്ള സുലൈമാൻ ആയിരുന്നു അത്. അപ്പോഴേക്കും രത്ന അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്തു. ഈ കാര്യങ്ങളെല്ലാം തന്നെ ബഹ്റി ഇപ്പോൾ ആലോചിക്കുകയാണ്. അതെല്ലാം ഇന്നലെ നടന്ന കാര്യങ്ങൾ പോലെയാണ് അവനിപ്പോ തോന്നുന്നത്. ഉടൻ തന്നെ ബഹ്റി ഉസ്താദിനെ പോയി കണ്ടു. എന്നിട്ട് രത്നയെ സഹായിക്കാനാണ് ഞാൻ ഈ ഒരു ഗ്രാമത്തിലേക്ക് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. പക്ഷേ പഴയതുപോലെ ഒരു കാര്യവും എനിക്ക് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ഇത് കേട്ട ഉസ്താദ് അങ്ങനെ നമ്മുടെ ബഹ്റിയോട് പറയുന്നുണ്ട്,
അള്ളാഹ് നിന്റെ കൂടെ ഉണ്ടാകും. നീ നല്ലൊരു പ്രവൃത്തിയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. നീ ഉടൻ തന്നെ രത്നയുടെ വീട്ടിലേക്ക് പോയിട്ട് അവളെ സഹായിക്ക്. ഇത് കേട്ടതും ബെഹ്റി ആകട്ടെ രത്നയുടെ വീട്ടിലേക്ക് പോവുകയാണ്. കൂടെ ഹസനും ഉണ്ടായിരുന്നു. ബെഹ്റിയെ കണ്ടതോട് കൂടിയിട്ട് രത്നയുടെ അമ്മയ്ക്ക് പകുതി ആശ്വാസമായിട്ടുണ്ട്. അവന് കുടിക്കാനായിട്ട് കാപ്പിയൊക്കെ എടുത്തു കൊടുക്കുന്നു. ശേഷം രത്നയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പെട്ടെന്ന് രത്ന വേദന കൊണ്ട് പൊളയാനായിട്ട് തുടങ്ങി. അവളുടെ നിലവിളി കേട്ട് ഇപ്പോ രത്നയുടെ അമ്മ മുറിയിലേക്ക് പോയി. കൂടെ നമ്മുടെ ബെഹ്റിയും ചെന്നു. രത്നയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് അവന് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം അവളുടെ ശരീരം മുഴുവൻ മുറിവുകളും അതുപോലെ തന്നെ പുഴുക്കളും ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ കണ്ട ശേഷം ഹസനോട് അവൻ വന്ന് പറയുന്നുണ്ട്, എന്നെക്കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. നീ ധൈര്യമായിട്ടിരിക്കുക. നീ ഉടൻ തന്നെ പ്രാർത്ഥനകളും മറ്റുമൊക്കെ തുടങ്ങ്. ഞാൻ പോവുകയാണെന്നും പറഞ്ഞ് ഹസൻ അവിടെ നിന്നും പോയി. ധൈര്യം സംഭരിച്ച ബെഹ്റിയാകട്ടെ ഇപ്പോൾ രത്നയുടെ അടുത്തിരിക്കുകയാണ്. രത്നയാകട്ടെ ബെഹ്റിയുടെ കൈപിടിച്ച് എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞ് കരയുകയാണ്. ഉടൻ തന്നെ ബെഹ്റി പ്രാർത്ഥനകൾ ചൊല്ലാനായിട്ട് തുടങ്ങുന്നു. ഇത് കേട്ടതും ആ ഒരു സാത്താന് സഹിക്കുന്നില്ല. അന്തരീക്ഷമൊക്കെ മാറാനായിട്ട് തുടങ്ങി. പുറത്താണെന്നുണ്ടെങ്കിൽ നല്ല മഴ പെയ്യുന്നുണ്ട്. ബെഹ്റിയുടെ പ്രാർത്ഥന മുടക്കാനായിട്ട് സാത്താൻ പല ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം കാറ്റ്, പിന്നെ മഴ, ഇടിമിന്നല്, ദേ ഇപ്പൊ കരണ്ടും പോയിട്ടുണ്ട്. ഒരുവിധം തപ്പിത്തടഞ്ഞ് ബെഹ്റി അടുക്കളയിലേക്ക് എത്തി. എന്നിട്ട് രത്നയുടെ അമ്മയുടെ കയ്യിൽ നിന്നും ഒരു വിളക്കുമായി അവൻ അകത്തേക്ക് വന്നു. നോക്കിയപ്പോ രത്നയെ കാണാനില്ല. ഇപ്പൊ രത്നയുടെ അമ്മയും ബെഹ്റിയും കൂടി ചേർന്ന് വീട് മൊത്തം അരിച്ചു പെറുക്കി നോക്കിയെങ്കിലും രത്നയുടെ പൊടി പോലുമില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോ രത്നയുടെ ദേഹത്ത് കയറിയിട്ടുള്ള ആ ഒരു പ്രേതം ബെഹ്റിയുടെ അടുത്ത് വന്നിട്ട് ആ ഒരു വിളക്ക് ഊതിക്കളയുന്നു. അപ്പോഴേക്കും രത്നയുടെ അമ്മ വന്ന് തീപ്പെട്ടി ഉപയോഗിച്ച് ആ വിളക്ക് വീണ്ടും കത്തിച്ചു. പെട്ടെന്നാണ് ജനലിന് പുറകിലായിട്ട് ഇപ്പോ രത്നയെ നമ്മുടെ ബെഹ്റി കാണുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് നല്ല മഴയാണ്. രത്നയുടെ ദേഹത്ത് കയറിയിട്ടുള്ള ആ ഒരു സാത്താനാകട്ടെ ഇപ്പൊ ആ വീടിന് മുകളിൽ കയറിയിരിക്കുകയാണ്. എന്നിട്ട് ഇവരെ രണ്ടുപേരെയും നോക്കി ചിരിക്കുന്നു. തൊട്ടടുത്ത നിമിഷം ഈ ഒരു പ്രേതമാകട്ടെ രത്നയുടെ അമ്മയുടെ മുകളിലേക്ക് ചാടി വീഴുകയാണ്. അത് തടയാനായിട്ട് നമ്മുടെ ബെഹ്റി ശ്രമിക്കുന്നു. ഈ പ്രേതമാകട്ടെ രത്നയുടെ അമ്മയുടെ കഴുത്തിൽ പിടിച്ചിരിക്കുകയാണ്. അത് വിടിയിക്കാനായിട്ട് നമ്മുടെ ബെഹ്റി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. ഉടൻ തന്നെ ബെഹ്റി പ്രാർത്ഥനകൾ ചൊല്ലാനായിട്ട് തുടങ്ങി. ഇതേ സമയം തന്നെ ബെഹ്റിയുടെ ഉസ്താദായിട്ടുള്ള അബായും പ്രാർത്ഥനകളെ വീട്ടിലിരുന്ന് ചൊല്ലുന്നുണ്ടായിരുന്നു. അതിന്റെ ഫലമായിട്ടെന്നോണം രത്നയുടെ ദേഹത്ത് കയറിയിട്ടുള്ള ആ ഒരു സാത്താൻ ഇപ്പോ അവളുടെ ശരീരം വിട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നു. പക്ഷേ തൊട്ടടുത്ത നിമിഷം തന്നെ രത്ന മരണപ്പെടുകയാണ്. അടുത്ത ദിവസം തന്നെ കബറടക്കം നടക്കാനായിട്ട് പോകുന്നു. നാട്ടുകാരിൽ പലരും വന്നിട്ട് ഇപ്പൊ ബെഹ്റിയെ തടയുന്നുണ്ട്. അവരെയെല്ലാം അവഗണിച്ചുകൊണ്ട് ഇവിടെ തന്നെ അവളുടെ ഉപ്പായെ അടക്കിയ അതേ മണ്ണിലടുത്തായിട്ട് തന്നെ അവളെയും അടക്കുമെന്ന് ബെഹ്റി നിർബന്ധിച്ച് പറയുന്നു. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ഇപ്പൊ നമ്മുടെ രത്നയെ അടക്കം ചെയ്യുകയാണ്. ഈ ഒരു സീനാണ് നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ ഗ്രാമത്തിൽ അവളെ അടക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഗ്രാമത്തിന് ദോഷമാണ് എന്നാണ് ഗ്രാമത്തിലുള്ള പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്ന് രാത്രി തന്നെ രത്നയെ കുഴിച്ചിട്ട കുഴിമാടത്തിൽ നിന്നും അവളുടെ കൈകൾ പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങി. പിന്നീട് കാണിക്കുന്നത് സുലൈമാനെയും അദ്ദേഹത്തിന്റെ ഭാര്യയുമാണ്. സുലൈമാന്റെ ഭാര്യ ഗർഭിണിയാണ്. അവളാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പരാതി പറച്ചിലാണ്. എനിക്ക് നിങ്ങൾ ഇതുവരെ പച്ചമാങ്ങ കൊണ്ടുവന്നു തന്നില്ലല്ലോ, അപ്പുറത്തെ വീട്ടില് പച്ചമാങ്ങ ഉണ്ട് മനുഷ്യ, നിങ്ങൾ പോയിട്ട് കൊണ്ടുപോവാ എന്ന് പറയുമ്പോൾ സുലൈമാൻ അത് പറിക്കാനായിട്ട് പോകുന്നു. ഈ ഭാര്യയാകട്ടെ ഇപ്പൊ കിണറ്റിൽ നിന്ന് വെള്ളം മുക്കിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം പാർന്നൊഴിക്കാനായിട്ട് നോക്കുമ്പോഴാണ് ആ തൊട്ടിയിൽ നിന്നും ഒരു പാമ്പ് പുറത്തേക്ക് വരുന്നത്. ഇത് കണ്ടു പേടിച്ച സുലൈമാന്റെ ഭാര്യയാകട്ടെ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ അവൾക്ക് അവളുടെ കുഞ്ഞിനെ നഷ്ടപ്പെടുകയാണ്. അതായത് ആ ഒരു ഗർഭം അലസിപ്പോകുന്നു. വീണ്ടും എങ്ങനെയൊക്കെയോ എഴഞ്ഞിഴഞ്ഞ് അവള് ആ ഒരു പാമ്പിൽ നിന്ന് രക്ഷപ്പെട്ട് വീട്ടിനകത്തേക്ക് കയറി. അവിടെ ഉണ്ടായിരുന്ന കബോർഡിനുള്ളിലാകട്ടെ ഇപ്പൊ ദേ നമ്മുടെ രത്നയുടെ പ്രേതം ഇരിക്കുകയാണ്. ഇതും കൂടി കണ്ടപ്പോ സുലൈമാന്റെ ഭാര്യയുടെ സകല കിളിയും പോയി. അടുത്ത ദിവസം തന്നെ സുലൈമാൻ ആകട്ടെ വീടിന് മുൻവശത്തിരുന്ന് കരച്ചിലോട് കരച്ചില്. കൂട്ടുകാരനായിട്ടുള്ള റഷീദ് അങ്ങോട്ടേക്ക് വന്ന് കാര്യം തിരക്കുന്നു. ഇതെല്ലാം തന്നെ ആ രത്നയെ പള്ളിക്കാട്ടിൽ അടക്കിയത് കൊണ്ടാണ് എന്നാണ് റഷീദ് ഇപ്പോ സുലൈമാനോട് പറയുന്നത്. ഇത് കേട്ടതും സുലൈമാന് നല്ല ദേഷ്യം വരുന്നു. രത്നയ്ക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ഉസ്താദിനോടും ബെഹ്റി ചോദിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിനും കാര്യമായിട്ടുള്ള അറിവില്ല. അപ്പോഴാണ് ഹസൻ നമ്മുടെ ബെഹ്റിയെ കാണാനായിട്ട് വരുന്നത്. ഹസനോട് ഈ കാര്യം പറഞ്ഞപ്പോ മുത്തുവിന് ചിലപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും. മുത്തുവിന്റെ ബന്ധുവാണ് പണ്ട് നമ്മുടെ ബെഹ്റി ബാധ ഒഴിപ്പിക്കാനായിട്ട് നോക്കിയപ്പോ മരിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ ദേഷ്യം ഇപ്പോഴും മുത്തുവിന് നമ്മുടെ ബെഹ്റിയോടുണ്ട്. മാത്രമല്ല രത്നയെക്കുറിച്ച് ചോദിച്ചപ്പോ മുത്തുവിന്റെ ദേഷ്യം വീണ്ടും വീണ്ടും കൂടിക്കൂടി വന്നു. അന്ന് രാത്രിയായപ്പോ മുത്തുവിന്റെ ഭാര്യയായിട്ടുള്ള ജമീല രത്നയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവനോട് ചോദിക്കുമ്പോൾ മുത്തുവിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. പെട്ടെന്ന് പുറത്തുനിന്ന് എന്തോ ഒരു സൗണ്ട് കേട്ടിട്ട് മുത്തു
പുറത്തേക്ക് ഇറങ്ങിപ്പോയി നോക്കുന്നു. ഒരു പെൺകുട്ടിയുടെ ശബ്ദമായിരുന്നു അത്. എല്ലായിടത്തും നോക്കിയെങ്കിലും ഒന്നും കണ്ടില്ല. നമ്മുടെ രത്നയുടെ പോക്കോങ് പ്രേതമായിരുന്നു അത്. അവന്റെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്, പക്ഷെ പൊട്ടം കാണുന്നില്ല. വീണ്ടും അവൻ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ റഷീദിനെയാണ്. അവനിപ്പോ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ പുറകിൽ ആരോ ഇരിക്കുന്നത് പോലെ അവൻ തോന്നുന്നുണ്ട്. പെട്ടെന്ന് സൈഡ് മിററിലൂടെ നോക്കിയപ്പോൾ അവന്റെ പുറകിലായിട്ട് ദേ രത്നയുടെ പ്രേതം. ആ ഒരു പ്രദേശത്താണെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് പോലുമില്ല. എങ്ങനെയൊക്കെയോ അവൻ വീട്ടിലേക്ക് എത്തി. ആ ഒരു കാടിന് നടുവിലായിട്ട് ഇപ്പോഴും അവനെ തന്നെ തുറച്ചു നോക്കുന്നുണ്ട് രത്നയുടെ പ്രേതം. മറുവശത്ത് മുത്തു ആകട്ടെ വീടിനകത്തിരുന്ന് ഒടുക്കത്തെ ആലോചനയാണ്. ഇതെല്ലാം എനിക്ക് തോന്നിയതായിരിക്കുമോ? ഞാനാണെന്നുണ്ടെങ്കിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് മുത്തുവിന്റെ ഭാര്യ സുന്ദരിയായി കുളിച്ചൊരുങ്ങി ഇപ്പൊ ബെഡ്റൂമിലേക്ക് വന്നിരുന്ന് തന്റെ ഭർത്താവിനെ മയക്കാനായിട്ട് ശ്രമിക്കുന്നു. മുത്തു ആണെന്നുണ്ടെങ്കിൽ അതിൽ വീഴുകയും ചെയ്തു. രണ്ടുപേരും കൂടി കിടക്കയിൽ കെട്ടിമറിഞ്ഞു കിടക്കുമ്പോഴാണ് തന്റെ ഭാര്യയുടെ മുഖം പ്രേതത്തിന്റെ മുഖമായിട്ട് മാറുന്നത് അവൻ കാണുന്നത്. പേടിച്ചരണ്ട മുത്തുവിനോട് ഭാര്യയായിട്ടുള്ള ജമീല പറയുന്നുണ്ട്, നിങ്ങൾക്കൊരു കലക്കൻ കാപ്പി ഞാനിപ്പോ കൊണ്ടുതരാം, ആ ഉറക്കൊക്കെ അങ്ങോട്ട് പോട്ടെ. കാപ്പിയുമായിട്ട് തിരികെ വന്ന ജമീല കാണുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുത്തു ആത്മഹത്യ ചെയ്തതാണ്. വളരെ പെട്ടെന്ന് തന്നെ മുത്തുവിന്റെ മരണം ആ ഗ്രാമത്തിലെങ്ങും പാട്ടായി. എല്ലാം ഈ ഒരു രത്നയുടെ ശരീരം ആ ഒരു പള്ളിക്കാട്ടിൽ അടക്കിയത് കൊണ്ടാണ് എന്നാണ് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത്. ഇത് കേട്ട ഉസ്താദ് പറയുന്നത് മറ്റൊന്നുമല്ല, ഈ നാട്ടുകാർക്കൊക്കെ നല്ല മുഴുത്ത വട്ടാണ്. പിന്നീട് കാണിക്കുന്നത് ശവപ്പറമ്പിലേക്ക് പോയ നമ്മുടെ രത്നയുടെ അമ്മയെയാണ്. പുള്ളിക്കാരി അങ്ങോട്ടേക്ക് ചെന്നിട്ട് നോക്കുമ്പോൾ രത്നയുടെ ശരീരം പകുതി ദേ ഇപ്പൊ മണ്ണിന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. മാത്രമല്ല തന്റെ മകളെ ഉപയോഗിച്ച് ആരോ ബ്ലാക്ക് മാജിക്കും മറ്റുമൊക്കെ അവിടെ നടത്തിയതായിട്ട് അവർക്ക് മനസ്സിലാകുന്നു. കുഴിമാടത്തിന് ചുറ്റിലായിട്ട് ഒരുപാട് പൂക്കളും മന്ത്രച്ചരടുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതേ സമയം ഉസ്താദാകട്ടെ ബെഹ്റിയോട് ആവശ്യപ്പെടുന്നത് ഒറ്റ കാര്യമാണ്, എനിക്ക് എന്തായാലും ഇപ്പോ ഈ ഒരു എക്സോസിസമോ അല്ലെങ്കിൽ ബാധൊഴിപ്പിക്കലോ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല, അതിനുള്ള കഴിവുമില്ല. നീ എന്തായാലും ഈ ഒരു നാടിനെ രക്ഷിച്ചേ തീരൂ. എല്ലാവരും നിന്റെ കൂടെ നിൽക്കും. നാട്ടുകാരുടെ വിശ്വാസം നീ പിടിച്ചു പറ്റണം. ഇതേ സമയം രത്നയുടെ അമ്മയാകട്ടെ അവിടെ ഉണ്ടായിരുന്ന ബ്ലാക്ക് മാജിക്കിന്റെ വസ്തുക്കളൊക്കെ എടുത്തെറിഞ്ഞതിന് ശേഷം ആ ഒരു ശരീരത്തിന് ചുറ്റിലുമായിട്ട് ഒരു സാരി കൊണ്ട് മറ തീർക്കുന്നു. അന്ന് രാത്രി തന്നെ ഒരു പെൺകുട്ടിയുടെ നിലവിളി കേട്ട് നാട്ടുകാർ മൊത്തം ഓടിക്കൂടുന്നു. നോക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് എന്തോ തരത്തിലുള്ള സാത്താൻ ബാധ കയറിയിട്ടുണ്ട്. അത് ഒഴിപ്പിക്കാനായിട്ട് നമ്മുടെ ബെഹ്റി ശ്രമിക്കുന്നു. അത് വിജയിക്കുകയും ചെയ്തു. പക്ഷേ തൊട്ടടുത്ത നിമിഷം ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരു ആൺകുട്ടിയുടെ ദേഹത്തേക്കും ഒരു സാത്താൻ ബാധ കയറുന്നു. ചുരുക്കി പറഞ്ഞ സാത്താൻ ഇവനെ വട്ടം കളിപ്പിക്കുകയാണ്. 3 കുട്ടികളിൽ ഒരേ സമയം മാറി മാറി സാത്താൻ ബാധ കയറി. ഒരെണ്ണത്തിന്റെ ബാധ ഒഴിപ്പിക്കുമ്പോൾ മറ്റൊരു പെൺകുട്ടിയുടെ അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു ആൺകുട്ടിയുടെ ദേഹത്തേക്ക്. സാത്താന്റെ അടവ് മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ ബെഹ്റി ആകട്ടെ എല്ലാവരോടും ഒരേ സമയം പ്രാർത്ഥനകൾ ചൊല്ലാനായിട്ട് പറയുന്നു. ഒടുവിൽ സാത്താന് വഴങ്ങേണ്ടി വരുന്നു. എല്ലാ പെൺകുട്ടികളുടെയും ശരീരം വിട്ട് സാത്താൻ ഇപ്പൊ പുറത്തേക്ക് പോകുന്നു. മദ്രസ വിട്ട് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്ന കുട്ടികൾക്കാണ് ഇങ്ങനെ സംഭവിച്ചത്. അവരൊക്കെ തന്നെ വീട്ടിലെത്തിയ ഉടനെ നടന്ന കാര്യങ്ങൾ മാതാപിതാക്കളോട് പറഞ്ഞു. അതോടുകൂടിയിട്ട് ഇപ്പൊ ബെഹ്റിയുടെ ആ ഒരു കഴിവില് എല്ലാവർക്കും വിശ്വാസം വന്നു. അന്ന് രാത്രി തന്നെ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. നമ്മുടെ ബെഹ്റിയുടെ ഉസ്താദ് മരണപ്പെട്ടു. ഉസ്താദിന്റെ വിയോഗം ബെഹ്റിയെ നല്ല രീതിയിൽ തളർത്തി കളഞ്ഞു. അടുത്ത ദിവസം തന്നെ ഖബറടക്കം നടക്കാനായിട്ട് പോവുകയാണ്. നാട്ടുകാരിൽ ചില പന്നകൾ വന്നിട്ട് ഇപ്പൊ ഉസ്താദിനെയും അവിടെ അടക്കം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. പക്ഷേ ബെഹ്റിയും മറ്റുള്ള ആളുകളും വിട്ടുകൊടുത്തില്ല. അവിടെ തന്നെ അടക്കുമെന്ന് പറഞ്ഞ് ആ മരണാനന്തര ചടങ്ങുകൾ പൂർത്തിയാക്കി. പക്ഷെ അവിടേക്ക് ബെഹ്റിക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. എന്നേക്കുമായി ബെഹ്റി ഈ ഒരു നാട് വിട്ടു പോകാനായിട്ട് നിൽക്കുകയാണ്. അവനങ്ങനെ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നു. രത്നയുടെ മരണവിവരം അറിഞ്ഞ് നഗരത്തിൽ നിന്നും സുസ്മിത എന്ന് പറയുന്ന പെൺകുട്ടി, അതായത് രത്നയുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന കൊളീഗ് അവളെ കാണാനായിട്ട് വന്നു. പക്ഷെ രത്നയുടെ ഇപ്പോഴത്തെ കോലം കണ്ട് പേടിച്ച ഈ പെൺകുട്ടിയാകട്ടെ വീണ്ടും ബസ് സ്റ്റാൻഡിലേക്ക് തന്നെ ഓടിപ്പോകുന്നു. അവിടെ വെച്ച് അവള് ബെഹ്റിയെ കണ്ടുമുട്ടുന്നു. എന്തിനാ കരയുന്നതെന്ന് ബെഹ്റി ചോദിച്ചപ്പോൾ രത്നയുടെ കൂട്ടുകാരിയാണെന്നും അവൾക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ ബെഹ്റിയോട് അവൾ തുറന്നു പറഞ്ഞു. ഇവർ രണ്ടുപേരും ഒരു ബാറിലാണ് വർക്ക് ചെയ്തിരുന്നത്. രത്നയ്ക്ക് ഒരുപാട് കടങ്ങൾ ഉണ്ടായിട്ടും എന്നെ അവൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അപ്പോഴാണ് രത്നയെ കാണാനായിട്ട് മുത്തുവും അവന്റെ ഒരു കൂട്ടുകാരനും എപ്പോഴും ഈ ഒരു ബാറിൽ വരുന്ന കാര്യം സുസ്മിത ബെഹ്റിയോട് പറയുന്നത്. ഉടൻ തന്നെ നമ്മുടെ ബെഹ്റി നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. എന്നിട്ട് മുത്തുവിന്റെ കൂട്ടുകാരനായിട്ടുള്ള റഷീദൊക്കെ ഉണ്ടല്ലോ, അവന്മാരെ കണ്ടെത്തിയിട്ട് നല്ല രീതിയിൽ പഞ്ഞിക്കിടുന്നു. അപ്പോഴാണ് ഇതെല്ലാം റഷീദിന്റെ പണിയാണെന്ന് ഇവര് മനസ്സിലാവുന്നത്. ഒടുവിൽ ഹസനെയും കൂട്ടിയിട്ട് ഇപ്പൊ ബെഹ്റി റഷീദിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. പക്ഷെ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. വാതിലൊക്കെ തുറന്നു കിടക്കുന്നു. ഹസനെ പുറത്തു നിർത്തിയിട്ട് ഇപ്പൊ ബെഹ്റി അകത്തേക്ക് കയറിയിട്ടുണ്ട്. ആ ഒരു വീട് ഒരു പ്രത്യേക തരത്തിലുള്ള വീടായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാഴ്ചകൾ അവൻ അവിടെ കണ്ടു. ബ്ലാക്ക് മാജിക് നടത്തുന്ന ഒരാളായിരുന്നു ഈ ഒരു റഷീദ്. അവിടെ ഒരുപാട് ശവശരീരങ്ങളൊക്കെ ഉണ്ട്, അതായത് പോക്കോങ് രൂപത്തിൽ. പോക്കോങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ആ ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ടുള്ള ഒരു പ്രേതരൂപം
സ്വരൂപം ഉണ്ടാവൂലേ, അതുപോലെ. ബെഹ്റി ഇതൊക്കെ കണ്ട് അന്തം വിട്ട് നിൽക്കുമ്പോഴാണ് ഇവന്റെ പുറകിലായിട്ട് വന്ന റഷീദ് നമ്മുടെ ബെഹ്റിയുടെ തലക്കടിച്ച് ബോധം കെടുത്തുന്നത്. ഉടൻ തന്നെ റഷീദ് ബെഹ്റിയെ അവിടെ കിടത്തിക്കൊണ്ട് മറ്റൊരു റിച്വൽ ആരംഭിക്കുന്നു. സമയത്ത് ബെഹ്റിയോട് റഷീദ് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. രത്ന മരിക്കുന്നതിന് മുമ്പായിട്ട് അവൾക്ക് എന്നും സൗന്ദര്യം നിലനിൽക്കാനായിട്ട് അവളുടെ ശരീരഭാഗത്ത്, പ്രത്യേകിച്ച് സ്വകാര്യ ഭാഗങ്ങളിൽ പോലും ചാം നീഡിൽസ് അവൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് വീണ്ടും വീണ്ടും സൗന്ദര്യം വേണമെന്നായപ്പോൾ പിന്നീട് അവൾ എനിക്ക് കടക്കാരിയായി മാറി. ഒടുവിൽ എന്റെ കടം വീട്ടാതിരുന്നപ്പോൾ ഞാൻ അവൾക്കെതിരെ ബ്ലാക്ക് മാജിക് ഉപയോഗിച്ചു. ഇതൊക്കെ പറഞ്ഞ റഷീദാകട്ടെ ഇപ്പൊ ബെഹ്റിയെ തീർക്കാനായിട്ട് കത്തി ഓങ്ങിയതും ബെഹ്റി ഉടനെ തന്നെ തടകുടഞ്ഞ് എഴുന്നേറ്റ് അവനെ നേരിടുന്നു. റഷീദിന് അവൻ നല്ല പണി കൊടുത്തു. അവന്റെ ആ ഒരു വീട് മൊത്തത്തിൽ അങ്ങോട്ട് കത്തിച്ചു കളയുകയാണ് നമ്മുടെ ബെഹ്റി ചെയ്യുന്നത്. അതൊട്ടും തന്നെ റഷീദ് പ്രതീക്ഷിച്ചിരുന്നില്ല. വീട് കത്തുന്നതിന്റെ ഇടയിൽ റഷീദും പെട്ടുപോയി, അവനും കത്തിപ്പോയി. വീടിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ബെഹ്റിയുടെ അടുത്തേക്ക് രത്നയുടെ ആത്മാവ് വരികയും അവനോട് നന്ദി പറയുകയും ചെയ്യുന്നു. ഈ നാട്ടിൽ നടന്നിരുന്ന എല്ലാ പ്രശ്നത്തിന്റെയും കാരണക്കാരൻ റഷീദ് മാത്രമായിരുന്നു. അങ്ങനെ നാട്ടില് വീണ്ടും സമാധാനം കൈവന്നിരിക്കുകയാണ്. നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ട ഒരു ഉസ്താദായിട്ട് നമ്മുടെ ബെഹ്റി മാറിയിരിക്കുന്നു. റഷീദിന്റെ വാക്ക് കേട്ട് ബെഹ്റിയെ തെറ്റിദ്ധരിച്ച എല്ലാ ആളുകളും ബെഹ്റിയോടും രത്നയുടെ അമ്മയോടും മാപ്പ് പറയുന്നു. അങ്ങനെ ഒരു ദിവസം 2 പോലീസുകാര് നമ്മുടെ ബെഹ്റിയെ തേടി വരികയാണ്. ഹസൻ എന്ന് പറയുന്ന ആളെ നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിക്കുന്നു. അദ്ദേഹം മരണപ്പെട്ടു. ഇത് കേട്ട് ബെഹ്റി ഞെട്ടിപ്പോയി. അന്ന് ഇവൻ ഈ ഒരു നാട്ടിലേക്ക് വരുമ്പോൾ ഒരു കാറ് ആക്സിഡന്റ് ആയിട്ട് കാണുന്നത് അവൻ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ ഹസൻ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഗ്രാമത്തിലേക്ക് എത്തിയിട്ടുള്ള നമ്മുടെ ബെഹ്റിക്ക് വഴികാട്ടിയായത് ഹസന്റെ പ്രേതമായിരുന്നു. ഓടി നിങ്ങൾ കൈപ്പറ്റണം എന്നും പറഞ്ഞുകൊണ്ട് ആ 2 പോലീസ് ഉദ്യോഗസ്ഥരും അവിടെ നിന്ന് പോകുന്നു. ഹസനെ ഓർത്ത് വിഷമിച്ചു നിൽക്കുന്ന നമ്മുടെ ബെഹ്റിയുടെ തൊട്ടുപുറകിലായിട്ട് ഹസന്റെ ആത്മാവുണ്ടായിരുന്നു. അന്നു മുതൽ ആ ഒരു നാട്ടിലെ നല്ലൊരു ഉസ്താദായിട്ട് നമ്മുടെ ബെഹ്റി മാറുന്നു. എല്ലാ കുട്ടികൾക്കും മറ്റുള്ളവർക്കും നല്ല അറിവുകൾ പകർന്നു കൊടുക്കുന്ന നല്ലൊരു ഉസ്താദായിട്ട് അവൻ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു. ഇങ്ങനെ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ, ബൈ ബൈ.